അതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇസ്രായേൽ എടുത്ത ഒരു നടപടിയുണ്ട്. അവർക്ക് ഈ ഒക്ടോബർ 7 കഴിഞ്ഞപ്പം ഗ്ലോബലായിട്ട് അവർക്കെതിരെ ആൻറ്റി സെമറ്റിക് ഈ മൂവ്മെന്റ് ഭയങ്കരമായിട്ടൊരു പ്രശ്നമായി. അതായത് ഇസ്രായേലി കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് അവർ എവിടെയും ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പോലും പേടിയാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്, തേക്കടിയിൽ കാശ്മീരികൾ നടത്തിയ ഒരു ഷോപ്പ്, അവിടെ അവരോട് ചോദിക്കുന്നത്, അവിടുന്ന് അവർ പറഞ്ഞ ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. ഉടൻ തന്നെ ലൈറ്റ് ഓഫാക്കുന്നു, അവർ ഓഫാക്കുന്നു, അവരെ വിടുന്നു. ഇത് ബേസിക്കലി കാശ്മീർ ഇഷ്യൂ അല്ല ഇതിന്റെ കാര്യം. അതായത് ഇസ്ലാമിക ജിഹാദ്, ഇതാണ് അതിന്റെ കാര്യം. ഒരു IAS ഓഫീസർ, നമ്മുടെ ശബരിനാഥന്റെ വൈഫ്, അവർ ആളാകാൻ വേണ്ടി എന്തും പറയും. അല്ല, അവർ പറയുന്നതിൻ്റെ അത് കാര്യങ്ങളും ഡെപ്തും ഒന്നുമില്ല. ഒരു ബേസിക്കലി ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ 10 പേര് അവരെ ശ്രദ്ധിക്കണം. അവർക്ക് ജിഹാദിനെ പറ്റി എന്ത് കുന്തം അറിയുന്നത്? ഈ ജിഹാദ് എന്ന് പറയുന്നത് ബേസിക്കലി ലോകത്തിന്റെ കേസാണ്, ലോകത്തിന്റെ ശാപമാണ്. എത്രയോ മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അകത്ത്? ഇസ്രായേല് ഇവരോട് ഒരു വിട്ടുവീഴ്ചയില്ലാത്തതിന്റെ കാര്യം അറിയാം. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ല ഇസ്രായേൽ ഈ ജിഹാദും ഇസ്ലാമിക് ടെററുമായിട്ട്. അവരവരെ നിർത്തി പൊരിപ്പിക്കുക തന്നെ ചെയ്യും. അവരെ ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞു. സീസ് ഫയർ വന്നു കഴിയുമ്പോൾ ഹമാസിനെ ഒന്നും പുല്ലും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അവർ ഖത്തറിൽ കയറി അറ്റാക്ക് ചെയ്തു, ഇറാൻ്റെ അകത്ത് കയറി അറ്റാക്ക് ചെയ്തു. അതേപോലെ തന്നെ സീസ് ഫയർ വന്നിട്ട് പോലും ഹമാസിന്റെ 2ാമത്തെ മിലിറ്ററി തലവനെ ഗാസക്കകത്ത് വെച്ച് കൊന്നു. അതായത് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കൺവെൻഷണൽ വാറിലല്ല പോകേണ്ടത്, അൺകൺവെൻഷണൽ വാറിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഒരിടത്ത് പോയി 2 ബോംബ് ഇട്ടുകൊണ്ടൊന്നും ഇതിൻ്റെ അത് ഗതി വരുത്തില്ല. ഇതിനെ ബേസിക്കലി വേരോടെ പറിച്ചെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അതൊരു ഷോർട്ട് ടൈം പ്രോസസ് അല്ല, ഇതൊരു ലോങ് ടൈം പ്രോസസ് ആയിരിക്കും. ഇപ്പം എന്താ ഓസ്ട്രേലിയ തിങ്ക് ചെയ്യുന്നത്? മദ്രസ എഡ്യൂക്കേഷൻ്റെ അകത്ത് അത് ഈ പറയുന്ന പോലെ കാഫിറും ഗീഫറും ഈ സംഭവങ്ങളും മറ്റ് മതസ്ഥരെ കൊല്ലണം, നശിപ്പിക്കണം. അതിനെതിരെ അവർക്കിപ്പോൾ നടപടിയെടുത്തേ മതിയാവത്തുള്ളൂ. കാരണം അവിടെ പിന്നെ ആൾക്കാർ എങ്ങനെ പോകും? ഭയന്നിട്ട്. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അവരെങ്ങനെ ഭയത്തിൽ ജീവിക്കും? ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നത്? അവിടെയുള്ള പല ഇസ്ലാമിക ആൾക്കാരും അവരെ ഇപ്പോൾ കാണുന്നത് ഭയമാകും. 9/11 ശേഷം ഗ്ലോബലായിട്ട് ഇസ്ലാമിക വിശ്വാസികളെ കാണുന്നവർ ലോകത്തെ ആൾക്കാർക്ക് വീണ്ടും തിരിച്ചു വരികയാണ്.